നമസ്കാരം, എൻ്റെ പേര് ആൻ്റണി ഇബ്രഹാം. ഞാൻ ജീവൻ ട്രസ്റ്റിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിഡ് യോർക്ക്ഷയർ NHS ട്രസ്റ്റിലെ സീനിയർ ഡെന്റൽ ഓഫീസറായ മിസ് മെർലിൻ വിമല സെബാസ്റ്റ്യനാണ്. വെൽക്കം ടു ദ ടോക്ക് ഷോ വിമല. താങ്ക് യു. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഇംഗ്ലണ്ടിലെ ഡെന്റിസ്ട്രീനെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ ഇവിടെ NHS ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരിയേറെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള പരിഹാരവും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെ കുറച്ച് ടിപ്സൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ GPയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ ഒരു NHS ഡെന്റിസ്റ്റിനെ കണ്ടുപിടിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറ്റാത്തത്? NHS ഡെന്റൽ പ്രാക്ടീസസിനെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത് NHS GP പ്രാക്ടീസസിനെ ഫണ്ട് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ NHS ഡെന്റിസ്ട്രി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പല ഡെന്റിസ്റ്റിനും അല്പം വിമുഖതയുണ്ട്. കാരണം ഫൈനാൻഷ്യലി അത് വളരെ ഡ്രെയിനിങ് ആയി മാറിയിരിക്കുകയാണ്. പകുതി ഫണ്ടഡ് ബൈ പകുതി എന്നല്ല, പകുതിയിലേറെയും ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ്, and അല്പം ഫണ്ടഡ് ബൈ ദ പേഷ്യന്റ്. അങ്ങനെയാണ് NHS ഡെന്റിസ്ട്രി ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ക്ലിയർ കട്ടായ 3 ബാൻഡിങ് സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ബാൻഡിങ് സിസ്റ്റത്തിൽ കൂടെയാണ് NHS ഡെന്റിസ്ട്രിയുടെ ഇല്ല. കുറെ പേര് പ്രൈവറ്റിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അതാണ് കൂടുതൽ ക്വാളിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ ഡെന്റിസ്റ്റിന് സാധിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിനെ ഒരു നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്ന രീതിയിലാക്കാനും പേഷ്യന്റിന് ബെറ്റർ കെയർ കൊടുക്കാനും ഡെന്റിസ്റ്റിന് പ്രൈവറ്റ് ഡെന്റിസ്ട്രിയിൽ സാധിക്കുന്നുണ്ട് എന്ന് ആണ് അവർക്ക് തോന്നുന്നത്. NHS പൊതുവെ കുറവാണ്, അതുകൊണ്ടാണ് NHS ഡെന്റിസ്ട്രിയിൽ നിന്ന് കുറെ പേര് മാറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന പോപ്പുലേഷന് NHS ഡെന്റിസ്ട്രിയിലേക്ക് കയറാനുള്ള ഒരു സാധ്യതകൾ കുറയുന്നത്. അത് പക്ഷെ ഓരോ ഏരിയ അനുസരിച്ചും ഇരിക്കും. ചില ഏരിയകളിൽ അവരെ ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, ചില ഏരിയകളിൽ കുറച്ച് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്തൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു സ്ഥലത്തും നമ്മൾ വിളിക്കും, ഇപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന അവർ വിളിക്കും, പറയും സ്പേസസ് ഇല്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. പക്ഷെ അത് ആ വെയിറ്റിംഗ് ലിസ്റ്റ് 1 വർഷം 2 വർഷമായിട്ടൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അവർക്ക് NHS ഡെന്റിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, പ്രൈവറ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അത് 1 വർഷമോ 2 വർഷമോ ആണെങ്കിൽ പോലും അതിൽ വെയിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 1-2 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവല്ല. ഒന്നും രജിസ്റ്റർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു സാധ്യതയും ഇല്ല NHS ഡെന്റിസ്ട്രിയിലേക്ക് കയറാൻ. ഇനി ഫ്യൂച്ചറിൽ ഇത് മാറി കൂടുതൽ ആൾക്കാർ NHS ഡെന്റിസ്ട്രിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഒക്കെ കൂടുതലൊക്കെ ഓപ്പൺ ചെയ്യാനും ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 1 വർഷമോ 2 വർഷമോ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളതായിരിക്കും നല്ലത്, ഒരിടത്തും ഇല്ലാതിരിക്കുന്നത്. നമ്മൾ വരുമ്പോ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി തുടങ്ങുക, വിളിച്ചിട്ട് പേര് കൊടുക്കുക, ചിലപ്പോ പെട്ടെന്ന് കിട്ടും ഓരോ ഏരിയ അനുസരിച്ചല്ലേ. അതിനൊരു 111 വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ NHS ചോയ്സസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്, NHS ചോയ്സസിൽ നമ്മളുടെ ഏരിയയിൽ ഏത് ഡെന്റിസ്റ്റ് ആണ് NHS പേഷ്യൻസിനെ എടുക്കുന്നത് എന്ന് അന്വേഷിക്കുക, അതറിയാൻ സാധിക്കും. NHS ചോയ്സസ് അല്ലേ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വിളിച്ച് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്. നമുക്കപ്പോ ഒന്നിലധികം ഡെന്റിസ്റ്റിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിടാമോ? നമുക്കിപ്പോ അടുത്തുള്ള 2-3 അതായത് കാച്ച്മെന്റ് ഏരിയയിലുള്ള ആളുകൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. 2-3 സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിടാല്ലേ, കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലേ? കൂടുതൽ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെ. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് നമ്മുടെ ഫാമിലിയെ ഒരു രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് ഒരു വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളെ ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് വെക്കാം. ആ ഏജിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒന്ന്, ട്രോമ, പിള്ളേർക്ക് സ്കൂളുകളിൽ എവിടെയെങ്കിലും വീഴുക, പല്ല് പൊട്ടുക, അതൊക്കെ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 1/3 ഓഫ് ദ അഡൽട്ട് പോപ്പുലേഷൻ ആകുമ്പോഴേക്കും തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ മുന്നിലത്തെ പല്ലിൽ ഒരു പൊട്ടൽ സംഭവിക്കും.
അപ്പൊ അത് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഡെന്റിസ്റ്റ് ഇല്ലാതെ സാധിച്ചു എന്ന് വരില്ല. ചിലർ പറയും ഞാൻ നാട്ടിലാണ് ഡെന്റിസ്റ്റിനെ കാണുന്നത്. നാട്ടിൽ ഡെന്റിസ്റ്റിനെ അപ്പോൾ ആ കിട്ടിയ ഒരു ചെറിയ കാര്യം സംഭവിക്കുമ്പോൾ ഓടി നമുക്ക് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത് പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. അതൊരു കാര്യം. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ട്രോമ, ഇപ്പൊ കുട്ടികൾ വീണ് പല്ലിന് എന്തെങ്കിലും പറ്റി നമുക്ക് A&E പോകാൻ പറ്റില്ല? A&E പോയാൽ അവര് അത് ട്രോമ ഡീൽ ചെയ്യുന്നത് മാക്സിലോ ഫേഷ്യൽ റീജിയനിലെ ട്രോമയാണ്. അപ്പൊ കൂടുതൽ എല്ലുകള് അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി, എവിടെയെങ്കിലും സ്റ്റിച്ചസോ സൂച്ചറിങ്ങോ അതൊക്കെ വേണ്ടി വരുന്നവര് അങ്ങനെയുള്ളതാണ് ഹോസ്പിറ്റൽസിൽ ഡീൽ ചെയ്യുന്നത്. പക്ഷെ പല്ലിന്റെ പൊട്ടലുകളൊന്നും മാക്സിലോഫേഷ്യൽ സർജൻസ് അല്ല ഡീൽ ചെയ്യുന്നത്. അതിനൊരു ഡെന്റിസ്റ്റ് തന്നെ വേണം. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മള് പ്രൈവറ്റിൽ പോകാനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് അത് ഏർജന്റ് ആയിട്ട് ഒരു കെയർ വേണ്ട സമയമായിരിക്കും. അപ്പൊ നമ്മൾക്ക് നമ്മുടേതെന്ന് പറയുന്ന ഒരു ഡെന്റിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളെ എടുക്കണം എന്നൊരു ഒബ്ലിഗേഷൻ ഒരു ഡെന്റിസ്റ്റിനും ഇല്ലാതാവും. അപ്പൊ ഞാൻ ഒരു രജിസ്റ്റേർഡ് പേഷ്യന്റ് ആണെങ്കിൽ എന്റെ ഡെന്റിസ്റ്റ് എന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയോടെ കാണും. അപ്പൊ ഈവൻ NHS ഡെന്റിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈവൻ പ്രൈവറ്റിലെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നാണ് നല്ലതാണ്. അത് ചോദിക്കാം, അവരോട് ചോദിക്കാം. അവര് വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് ഓരോ പ്രാക്ടീസിന്റെ പോളിസീസ് ഡിഫറെന്റ് ആണ്. അത് പ്രൈവറ്റ് ഡെന്റിസ്ട്രിയിലാണെങ്കിലും നമ്മൾ തീരെ പോവാതിരുന്നാൽ അവർ ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല അടുത്ത പ്രാവശ്യം. പക്ഷെ നമ്മുടെ ഹെൽത്തിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിൽ പുട്ടിങ് മൗത്ത് ബാക്ക് ഇൻ ടു യുവർ ബോഡി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കാരണം പല്ലിനെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. നമ്മുടെ ബാക്കി ശരീരഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വായിക്കും പല്ലിനും മൗത്ത് കെയറിനും ഓറൽ കെയറിനും കൊടുക്കുന്നില്ല എന്നൊരു പരാതി ഈയിടെയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. മറ്റൊന്ന് ഓർത്തഡോണ്ടിക്സ്. അതെല്ലാവർക്കും അറിയാം. കുട്ടികൾ ഒരു 11-12 വയസ്സായി കഴിയുമ്പോഴാണ് എല്ലാവരും പല്ലിന്റെ നിറം മാറിയിരിക്കുന്നു, അല്പം പൊങ്ങിയിരിക്കുന്നു, താഴ്ന്നിരിക്കുന്നു, ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്കൊരു ഡെന്റിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡെന്റിസ്റ്റ് ആണ് നിങ്ങളുടെ കുട്ടിയെ ഓർത്തഡോണ്ടിസ്റ്റിന് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഓർത്തഡോണ്ടിസ്റ്റിന്റെ അടുത്തേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് ഇല്ലാതാവും ഒരു ഡെന്റിസ്റ്റും ഇല്ലെങ്കിൽ. ഒരു സിവിയർ പെയിൻ പല്ലിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സിവിയർ ആയിട്ടുള്ള പല്ലുവേദന ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഡെന്റിസ്റ്റ് ഉണ്ടെങ്കിൽ മിക്കവാറും രാവിലെ 9-നും 5-നും ഇടയ്ക്ക് സ്വന്തം ഡെന്റിസ്റ്റിനെ വിളിക്കുക. മിക്കവാറും അവരൊരു നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ച് അതിനെ അസസ് ചെയ്യും, അതിന്റെ സിവിയറിറ്റി എങ്ങനെയാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് അന്നോ അതിന്റെ അകത്ത് ഒരാഴ്ചക്കുള്ളിലോ 2 ആഴ്ചക്കുള്ളിലോ അത് കിട്ടും. പക്ഷെ അവര് അതിന്റെ ഒരു അസസ്മെന്റ് നടത്തിയിട്ടാണ് അത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഡെന്റിസ്റ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 മണിക്ക് ശേഷമോ ആണെങ്കിൽ 111 വിളിക്കുക. അവിടെ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡെന്റൽ പ്രോബ്ലംസ് അസസ് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസും സ്റ്റാഫും ഉണ്ട്. അവരത് അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു പ്രൊവൈഡറിനെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരും. ഔട്ട് ഓഫ് അവേഴ്സ് എല്ലാ ഏരിയയിലും ഒരു ഡെന്റൽ സർവീസ് ഉണ്ട്. അത് ആ സ്ഥലത്തെ എല്ലാ ഡെന്റിസ്റ്റും കൂടി ഒരു റോട്ട ഇട്ടിട്ട് അതിനകത്തൊരു ഡെന്റിസ്റ്റ് അത് വർക്ക് ചെയ്യും. അത് NHS ഡെന്റിസ്ട്രിക്കും ഉണ്ട്, പ്രൈവറ്റ് ഡെന്റിസ്ട്രിക്ക് സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്യാത്ത ആളെ ഈ 111 വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ NHS ഡെന്റിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, 111 വിളിച്ചു, സിവിയർ പെയിൻ ആണ്, അപ്പൊ അവരെങ്ങോട്ടാണ് വിടുന്നത്? അവർക്കും ഇതുപോലെ ആക്സസ് സെന്റേഴ്സ് ഉണ്ട്, ഏർജന്റ് ആക്സസ് സെന്റേഴ്സ് ഉണ്ട്. നമ്മളെ NHS രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ NHS ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് വിടുക. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആക്സസ് ക്ലിനിക്സ് ഉണ്ട്. ആ ക്ലിനിക്സുകളിൽ യൂഷ്വലി അവർ നിങ്ങളെ അതിനകത്തോട്ടാക്കും. ഇനി ഇതൊന്നും പോരാതെ നിങ്ങൾക്ക് ഒരു ആളെ അസസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിലും തീരെ വയ്യാതായി എന്ന് വെച്ചോ, പല്ലുവേദന കുറേ ദിവസം സഹിച്ചു, ആരോടും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല എന്ന് വല്ലാതെ വയ്യാതെ ആവുകയാണെങ്കിൽ, പനി വരിക അല്ലെങ്കിൽ നീര് വല്ലാതെ കൂടി ശ്വാസതടസ്സം വരിക, വെള്ളം ഇറക്കാൻ സാധിക്കാതെ വരിക, അങ്ങനത്തെയൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ സിംറ്റംസ് ഓഫ് സെപ്സിസ് നഴ്സസും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും ഒക്കെ നന്നായിട്ട് അറിയാം.
സെപ്സിസിന്റെ സിംറ്റംസ് ഉണ്ട്, തീരെ വയ്യാതെ ആവുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ വെച്ച് താമസിക്കാതെ അടുത്തുള്ള A&Eയിൽ പോകാം. അപ്പോൾ നിങ്ങളുടെ പല്ല് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ പല്ല് മൂലം ഉണ്ടാവുന്ന ബാക്കി അസ്വസ്ഥതകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് വേണ്ടി വരും, IV ആന്റിബയോട്ടിക്സ് വേണ്ടി വരും. ഇനി അത് വളരെ കൂടുതലാണെങ്കിൽ ചിലപ്പം നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പല്ലുവേദനയാണ്, എനിക്ക് ഡെന്റിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് തീരെ വയ്യാതെ പനിയൊക്കെ പിടിച്ച് കിടക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്ഥിതി എത്തുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ A&Eയിൽ ഒന്ന് പോകണം. അപ്പൊ അവര് കാണും, അവിടുത്തെ മാക്സിലോഫേഷ്യൽ സർജൻസ് കാണും. അവർ പല്ല് പുറത്തെടുത്ത് തന്നോ പല്ല് ചികിത്സിച്ചോ എന്ന് വരില്ല, പക്ഷെ നിങ്ങളുടെ സിംറ്റംസ് അവരത് ചികിത്സിക്കേണ്ട ഒരു കാര്യം A&Eയിലുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ നമ്മളിപ്പോ 111 വിളിച്ച് സിവിയർ പെയിൻ ആണെങ്കിൽ വിളിച്ചിട്ട് അവര് ഈ ഔട്ട് ഓഫ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു ആക്സസ് ക്ലിനിക് ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് NHSന്റെ കീഴിലാണ്. അങ്ങോട്ട് NHSന്റെ കീഴിലാണ് ഈ ക്ലിനിക്സ് മിക്കതും ഉള്ളത്. അങ്ങോട്ട് വിടുക. അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്സ് ഉണ്ട്. പ്രൈവറ്റ് ക്ലിനിക്സിലും ചിലപ്പോൾ അവര് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്സിൽ വിളിച്ചു ചോദിക്കാം. അപ്പോൾ അതിന്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ആക്സസ് ക്ലിനിക്സിലായിരിക്കും, NHSന്റെ ആക്സസ് ക്ലിനിക്സിൽ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഏർജന്റ് കെയറിന്റെ ആ പൈസ വാങ്ങിയെന്ന് വരും, കാരണം അതിന്റെ ബാൻഡിങ് അനുസരിച്ച് അത് വാങ്ങിയെന്ന് വരും. പക്ഷെ പ്രൈവറ്റ് ക്ലിനിക്സിലാണെങ്കിൽ അതിന്റെ ഫുൾ കോസ്റ്റും നിങ്ങളായിരിക്കും എടുക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ പല്ലിന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ്? കാരണം പലപ്പോഴും ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമ്പോൾ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ പല്ല് അതിന്റെ ടൂത്ത് ഡീക്കൊക്കെ പ്രിവെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാത്തിലും പോലെ ഡെന്റിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിവെൻഷൻ. അപ്പോൾ ഞങ്ങള് പേഷ്യൻസിനെ കാണുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു ഭാഗമാണ് ടോക്ക് അബൌട്ട് പ്രിവെൻഷൻ. അതിൽ മെയിൻലി സംസാരിക്കുന്ന 2 കാര്യം, ഒന്ന് ടൂത്ത് ബ്രഷിങ്, രണ്ടാമത്തത് ഡയറ്റ്, വാട്ട് യു ഈറ്റ്. അപ്പോൾ ടൂത്ത് ബ്രഷിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ചോദിക്കും 2 നേരവും പല്ല് തേക്കണം. സാധാരണ ആൾക്കാരത് ചോദിക്കുമ്പോൾ 1 നേരമൊക്കെ തേക്കാറുള്ളൂ. അപ്പം 2 നേരവും പല്ല് തേക്കണം. ബ്രഷ് ട്വൈസ് എ ഡേ, മാനുവൽ ടൂത്ത് ബ്രഷ് ആകാം, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആകാം, എന്താണെങ്കിലും 2 നേരം പല്ല് തേക്കുക. ആൻഡ് ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നതിന് ഫ്ലോറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ആണ് ഇവിടെ എവിഡൻസ് വെച്ചിട്ട് ഇവിടെ ഡെലിവറിങ് ബെറ്റർ ഓറൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ടൂൾ കിറ്റ് ഉണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള റിസർച്ച് ഒക്കെ വഴി ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ കിറ്റ് ആണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടത്തെ കണക്കനുസരിച്ച് 3 വയസ്സിന് താഴെ ടൂത്ത് പേസ്റ്റിന്റെ പിന്നിൽ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഫ്ലോറൈഡിന്റെ, സോഡിയം ഫ്ലോറൈഡ് അങ്ങനെ ഒരു കണ്ടന്റ്. അപ്പോൾ 1000 പാർട്സ് പെർ മില്യൺ, അപ്പോൾ PPM. അപ്പോൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1000 ppm ഫ്ലോറൈഡ് ഉള്ള പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 3 വയസ്സ് കഴിഞ്ഞ് മേലേക്കുള്ള എല്ലാവർക്കും 1450. അപ്പോൾ അതാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ പല സ്ഥലത്തുനിന്നും കൊണ്ടുവരുന്ന ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലോറൈഡ് കണ്ടന്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇവിടത്തെ വെള്ളത്തിലുള്ള നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇല്ലാത്ത ഫ്ലോറൈഡ് ആണ് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓരോ സ്ഥലത്തെയും ഇത് വ്യത്യാസമുണ്ടാവും, ഓരോ രാജ്യങ്ങളുടെയും ഫ്ലോറൈഡ് കണ്ടന്റ് വ്യത്യാസമാണ്. അപ്പൊ ഫ്ലോറൈഡ് പ്രിവെൻഷൻ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, ഒരു ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പറയുന്നത്. ടൂത്ത് പേസ്റ്റിനെ പറ്റി എല്ലാവരും ചോദിക്കുകയത് ടൂത്ത് പേസ്റ്റ് ഏറ്റവും ബെസ്റ്റ്. കൊമേഴ്ഷ്യലി പല കാര്യങ്ങളും പറയുമെങ്കിലും ഈ ഫ്ലോറൈഡ് ഒന്ന് മെയിൻലി നോക്കണം. പല പല കളേഴ്സ് ഉണ്ടല്ലോ ഇതിന്റെ പുറകിൽ, ഇങ്ങനെ റെഡ് കളർ, ബ്ലാക്ക്, അപ്പൊ അതിലെന്തെങ്കിലും റെലവൻസ്? അതില് വലിയ റെലവൻസ് ഇല്ലെന്നാണ് പറയുന്നത്. മെയിൻലി നോക്കേണ്ടത് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത്, കാരണം അതിന്റെ ഉള്ളിൽ അബ്രേസീവ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് പല്ലിന് അത്ര നല്ല ഗുണം ചെയ്യുന്നതല്ല. വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ മീഡിയം ബ്രഷ് യൂസ് ചെയ്യണം. കുട്ടികളായതുകൊണ്ട് സോഫ്റ്റ് ബ്രഷ് ഒന്നും വേണ്ട, കാരണം ആ പല്ലിന്റെ മുകളിൽ ഒട്ടിയിരിക്കുന്ന അത് കളയണമെങ്കിൽ മീഡിയം ടൂത്ത് ബ്രഷ് വേണം. ഒരു ചെറിയ സ്മോൾ ഹെഡഡ് മീഡിയം ടൂത്ത് ബ്രഷ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കൈക്ക് വലിയ സ്വാധീനമില്ലാത്ത ആളുകൾക്ക്, മാനുവലി ഇത്തിരി ഡെക്സ്ട്രിറ്റി കുറഞ്ഞവര്, ചിലപ്പോൾ പ്രായമാകുമ്പോൾ അത് വരാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ മസിൽ പ്രോബ്ലംസ് ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വളരെ നല്ലതാണ്. പിന്നെ വളരെ സ്റ്റെയിനിങ് കൂടുതലുള്ള ആൾക്കാർക്ക്
ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അതുകൊണ്ട് ഗുണം ചെയ്യും. അല്ലെങ്കിൽ മാനുവൽ ടൂത്ത് ബ്രഷ് തന്നെ ആയാലും യൂസ് മതി. ചെയ്താൽ മതി. ഇലക്ട്രിക് തന്നെ വേണം. 2 നേരം 2 minutes in the morning, 2 minutes in ഈ മോർണിംഗിൽ നമ്മളുടെ ഒരു പൊതുവേ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ തന്നെ ബ്രഷ് ചെയ്യുന്നു. ഇപ്പൊ ചില ഇതിൽ കേൾക്കുന്നത് എണീക്കുമ്പോൾ വായ കഴുകി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതാണോ നല്ലത്? അല്ലെങ്കിൽ അതൊരു അതിനെ കുറിച്ച് വളരെയധികം ഡിബേറ്റഡ് ഒരു ടോപ്പിക്കാണ്. അപ്പോ അത് എപ്പം തേച്ചാലും കുഴപ്പമില്ല. അതിന്റെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തേക്കുമ്പോ ഒരു പറഞ്ഞിപ്പം ഭക്ഷണത്തിന്റെ കൂടെ ചിലർ ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിക്കും, അല്ലെങ്കിൽ ഇത്തിരി പുളി കൂടുതലുള്ള കഴിച്ചാൽ നമ്മുടെ പല്ല് അല്പം സോഫ്റ്റ് ആയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇനാമിൽ വളരെ സോഫ്റ്റ് ആയിരിക്കുമ്പോൾ ഉടനെ തന്നെ പോയി പല്ല് തേക്കുന്നത് അത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. കാരണം ഈ ഇടയ്ക്ക് കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ടൂത്ത് സർഫസ് ലോസ്. അതായത് ഇനാമിൽ തേഞ്ഞു തുടങ്ങും. അത് ഫിസി ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്കൊക്കെ വളരെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന, രാത്രി അറിയാതെ ഗ്രൈൻഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ കൂടുതലുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാവാം. അല്പം കഴിയുമ്പോൾ പല്ല് തേഞ്ഞ് അതിന്റെ ഹൈറ്റ് കുറഞ്ഞു അത് ഒരു കണക്കിന് ഇല്ലാതെ തന്നെ ആവാം. വളരെയധികം ഫിസി ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സും കൊക്കോളയും ഒക്കെ കുടിക്കുന്നവർക്ക് ഇപ്പോഴത്തെ കുട്ടികളിൽ കൂടുതൽ പല്ല് തേയ്മാനം വളരെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ ഉടനെ പോയി നമ്മൾ ബ്രഷ് ചെയ്യുന്നത് നല്ലതല്ല. അല്ലെങ്കിൽ ഛർദിച്ചു കഴിഞ്ഞ ഉടനെ അപ്പോഴും പല്ലിന് വളരെയധികം ഒരു സോഫ്റ്റ് സമയമാണ്. എല്ലാവരും ഓടിപ്പോയി പല്ല് തേക്കും. അത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഡിബേറ്റഡ് ആയതുകൊണ്ട് ആൾക്കാർ പറയും ഏതെങ്കിലും ഒരു നേരത്തെ ഈ ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റിന്റെ ഗുണം കിട്ടാൻ വേണ്ടി ഒരു പ്രാവശ്യം തേക്കണം. അത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ പല്ല് തേക്കാത്തതാണ് നല്ലത്. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും പല്ല് തേക്കണം. അതിന്റെ കൂടെ ഫ്ലോസിങ് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷ് ഉപയോഗിക്കാം. വേറെ വാട്ടർ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞ പല സാധനങ്ങളും ഉണ്ട്. പക്ഷെ യൂഷ്വലി ഞങ്ങൾ പറയുന്നത് വളരെ അടുത്ത പല്ലുകളാണെങ്കിൽ അതിന്റെ ഇടയിൽ ഫ്ലോസ് ആയിരിക്കും നല്ലത്. പിന്നെ കുറച്ച് അകൽച്ച പല്ലിന്റെ ഇടയിൽ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഇന്റർഡെന്റൽ ബ്രഷസ് പല വലിപ്പത്തിലുള്ളത് കിട്ടും, പല സൈസിലുള്ളത്. അപ്പൊ ആ ബ്രഷ് വെച്ചിട്ട് അത് ഇടയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്യുക. അപ്പോൾ വളരെ വൃത്തിയായി കിട്ടും. ഗം ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർഡെന്റൽ ഫ്ലോസിംഗ് ആൻഡ് ബ്രഷ്. അപ്പൊ അതിന്റെ ഈ ഇന്റർഡെന്റൽ ബ്രഷിന്റെ അളവുകൾ പലതും ഇല്ല. അപ്പൊ അത് ഏതാണ് നമുക്ക് പറ്റിയെന്ന് എങ്ങനെ അറിയാം? അത് നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്തോ ഹൈജീനിസ്റ്റിന്റെ അടുത്തോ ചെല്ലുമ്പോൾ അത് അവർ അളന്ന് തരും ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. അത് പല കളറിലുണ്ടെന്ന് തോന്നുന്നു. അതെ, പല കളറിലുള്ളത് ഉപയോഗിക്കാം. അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യാം. പിന്നെ ഡയറ്റ് മറ്റൊരു കാര്യം സംസാരിക്കാനുള്ളത്. ഭക്ഷണം 4 നേരം നമ്മൾ ഒരു മെയിൻ മീൽ കഴിച്ചാൽ നമ്മുടെ എയിം എന്താന്ന് വെച്ചാൽ വായിലെ ആസിഡ് അറ്റാക്ക് എത്ര തവണ കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുക എന്നുള്ളതാണ്. എപ്പോ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വായിലെ അസിഡിറ്റി കൂടും. അപ്പോഴാണ് നമ്മുടെ പല്ലിന് കൂടുതൽ കേടുവരാനുള്ള പ്രവണത. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഒരു 4 മണിക്കൊരു ഭക്ഷണം, വൈകുന്നേരം ഡിന്നർ, അത് നമുക്ക് ആഹാരം കഴിക്കാതെ പറ്റില്ല. ആ സമയത്തിനകത്ത് കഴിക്കുന്ന എല്ലാ സാധനങ്ങളും മധുരമുള്ളതോ എന്തും കഴിക്കാം. പക്ഷെ അതെല്ലാം ഒരുമിച്ച് കഴിക്കാം. ഇടയിൽ കഴിക്കാൻ സേഫർ ആയിട്ടുള്ളത് നമ്മുടെ അധികം മധുരമില്ലാത്ത സാധനങ്ങള്, ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, വെറുതെ ക്യാരറ്റ് സ്റ്റിക്ക്, സെലറി സ്റ്റിക്ക് ഒക്കെ ഇവിടെ കിട്ടുന്നത് കഴിക്കാം. അല്ലെങ്കിൽ ചീസ് ആൻഡ് ക്രാക്കേഴ്സ്, ഉപ്പുള്ള ബിസ്ക്കറ്റ്സ് ഒന്നും പ്രശ്നമില്ല. ക്രിസ്പും അത്ര പ്രശ്നമില്ല. ചില ക്രിസ്പിനകത്ത് മധുരം ഉണ്ട്, അത് നമുക്ക് പുറകിൽ നോക്കിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ബിസ്ക്കറ്റ്, കേക്ക്, ജ്യൂസ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുക. അതിന്റെ ഇടയിൽ കുടിക്കാനാണെങ്കിൽ വെള്ളം, അതും വെറും പച്ചവെള്ളം, ഫ്ലേവേർഡ് വാട്ടർ ഒന്നുമല്ല, പച്ചവെള്ളം, വെറും വെള്ളം ആൻഡ് പാല്. കുട്ടികൾക്കാണെങ്കിൽ മധുരം ചേർക്കാത്ത പാല് കൊടുക്കുക. ചായ കുടിക്കാം, മധുരം ചേർക്കാത്ത ചായ, മധുരം ചേർക്കാത്ത കാപ്പി. പിന്നെ സ്വീറ്റനർ ഇട്ട ചായ. വായക്കകത്തുണ്ടാവുന്ന ആസിഡ് അറ്റാക്ക് കുറക്കുക എന്നുള്ളതാണ്. എത്രയും കുറച്ചാൽ അത്രയും ഹെൽത്തി ആയിരിക്കും. നമ്മൾക്ക് ഈ പറഞ്ഞ ഇനാമൽ ലോസും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ പല്ലിലെ കേടുകൾ, ക്യാവിറ്റീസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭക്ഷണം വളരെ നോക്കണം. രാത്രി കിടക്കുമ്പോൾ മധുരമുള്ള സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ രാത്രി പാലിന്റെ കുപ്പി അവർക്ക് കൊടുക്കാൻ പാടില്ല. ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും
ആക്റ്റീവ്ലി ബോട്ടിൽ ഫീഡ് ഡിസ്കറേജ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ഇവിടെ ബിൻ ദ ബോട്ടിൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ട് ഇംഗ്ലണ്ടില്. 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ബോട്ടിൽ കൊടുക്കാൻ അത് നമ്മൾ ഡിസ്കറേജ് ചെയ്യണം. പറ്റുന്ന അത്രയും കുട്ടികളെ അതിൽ നിന്ന് മാറ്റണം. കപ്പുകളിൽ കുടിപ്പിച്ച് ശീലിപ്പിക്കണം കൂടുതൽ. പിന്നെ നഴ്സിംഗ്, നമ്മൾ പാല് കൊടുക്കുന്ന അമ്മമാര്, മുലപ്പാൽ കൂട്ടുന്ന കുട്ടികളാണെങ്കിൽ അത് നമുക്ക് ഓരോ അമ്മയ്ക്കും ഓരോ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ കഴിപ്പിക്കണമെങ്കിൽ കഴിയും. പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആ പാലിനകത്തും ലാക്ടോസ് ഉണ്ട്. അപ്പൊ ആ മധുരവും പല്ല് വന്നു കഴിഞ്ഞ കുട്ടികളുടെ പല്ലുകളെ അഫക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ രാത്രിയിൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശം, രാത്രിയിൽ പല്ലൊന്ന് ക്ലീൻ ചെയ്യുക. ഒരു തുണി വെള്ളത്തിൽ മുക്കി തുണിയോ എന്തെങ്കിലും വെച്ച് പാല് വായിൽ കെട്ടിക്കിടക്കാതെ അതിനെ മാറ്റണം. അല്ലെങ്കിൽ അത് മാറ്റണം. അപ്പൊ അതുകൊണ്ട് കുട്ടികളിൽ നഴ്സിംഗ് കേരീസ് എന്ന് പറഞ്ഞൊരു കേരീസ് തന്നെയുണ്ട്. അപ്പോൾ അതും അമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാധാരണ നമ്മള് പിള്ളേർ ഉറങ്ങാൻ വേണ്ടിട്ട് കുപ്പി ഇങ്ങനെ കൊടുക്കും, ഉറങ്ങിക്കഴിയുമ്പോ കുപ്പി എടുത്ത് മാറ്റും. ഇതാണ് നടക്കുന്നത്. കാരണം പിന്നെ ഉണരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും നമ്മളുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ഈ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി. പക്ഷെ അത് പിന്നീട് കുട്ടികൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് മാക്സിമം ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവാണ്ട് തന്നെ. പക്ഷെ പോവാണ്ടെന്ന് പറയുമ്പോ വേറൊരു ഇതുള്ളത്, നമ്മള് വർഷത്തിലൊരിക്കലെങ്കിലും പോണം, ഡെന്റിസ്റ്റിനെ കണ്ടിരിക്കാൻ അല്ലെ, കാണുന്നതാണെന്നല്ല എന്നുള്ളൊരു ഇതുകൊണ്ടല്ല, കുഴപ്പമൊന്നും ഇല്ലെങ്കിലും. അല്ലെങ്കിലും കാരണം ചെറിയ കേടുകളൊക്കെ വളരെ ചെറുതായിരിക്കുമ്പോൾ കണ്ടുപിടിച്ചാൽ അത് ക്ലീൻ ചെയ്യാനോ അല്ല അത് ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ചിലതൊക്കെ വളരെ ചെറിയ കേടുകളാണെങ്കിൽ അവരൊരു ഹൈ ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. ഡെന്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്. പിന്നെ അത് കാണിക്കാം, അവർക്ക് എക്സ്റേയിൽ നോക്കിയാൽ അവൾക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ക്യാവിറ്റി, നമ്മളുടെ ഏറ്റവും പുറത്തുള്ള ക്യാവിറ്റി പോലും ഫില്ല് ചെയ്യില്ല. അത് അല്പനേരം നോക്കും. നമ്മുടെ ഡയറ്റ് വെച്ചും ടൂത്ത് ബ്രഷിങ് വെച്ചും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കേസ് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ പറ്റും. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് കാര്യം നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ള. യൂഷ്വലി പല്ല് വേദന തുടങ്ങി കഴിയുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. അതെ, പലരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല, പല്ലുവേദനയില്ല, ഡോക്ടറിന്റെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ട, അങ്ങനെ കുറച്ച് വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ പെട്ടെന്ന് ഭയങ്കര വേദന വരുന്നത്. അപ്പോൾ നമുക്ക് ചോയ്സ് ഇല്ലാതാവും. അപ്പോ ഏറ്റവും ഒന്നെങ്കിൽ പറിച്ച് കളയുക, അപ്പൊ നമുക്ക് പല്ല് പോകും. അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയ റൂട്ട് ട്രീറ്റ്മെന്റ്, അതിനേക്കാളൊക്കെ വളരെ ചീപ്പാണ് ഒരു ചെറിയ കുഞ്ഞി ഫില്ലിങ്. അത് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ അത് റൂട്ട് ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ക്രൗണ്, ഇങ്ങനെ ഇതിനൊക്കെ വളരെ അധികം എക്സ്പെൻസീവ് ആവും. പിന്നെ നമ്മുടെ പല്ലിനും കൂടുതൽ ഒരു പ്രൊസീജിയർ ആണത്. അപ്പൊ അത്രയും വൈകുന്നതിന് മുമ്പ് വളരെ നേരത്തെ 6 മാസമായിരുന്നു പണ്ടത്തെ കണക്ക്. പക്ഷെ ഇപ്പൊ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ചാണ് ഇപ്പോഴത്തെ റീകോൾ വിസിറ്റ്സ്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളിപ്പോ വണ്ടി എല്ലാ വർഷവും എംഒടി ചെയ്യുന്ന പോലെ തന്നെ എക്സാക്ട്ലി നമ്മുടെ ഒരു എംഒടി ആണ് ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാന്നുള്ളത്. നാട്ടിൽ പോയി ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ പോയി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഇല്ലാണ്ടാവും. എനിക്കൊരു ഡെന്റിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഡെന്റിസ്റ്റിനെ വിളിക്കാം, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കാണാൻ ബാധ്യതയുണ്ട് ഈ ഡെന്റിസ്റ്റിന്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് മെന്റലി ഇത്തിരി ചാലഞ്ച് അല്ല ഏബിൾഡ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ കുട്ടികൾ, എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, അവർക്കൊക്കെ പല്ല് തേപ്പിക്കാൻ ബുദ്ധിമുട്ട് കൂടുതലാണ്. പക്ഷെ എന്നാലും അവരെയും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ NHS ഡെന്റിസ്റ്റിനോ പ്രൈവറ്റ് ഡെന്റിസ്റ്റിനോ അവരെ കാണാൻ പറ്റില്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റി ആൻഡ് സ്പെഷ്യൽ കെയർ എന്ന് പറഞ്ഞ വേറൊരു ഡെന്റിസ്ട്രി ഇവിടെ ഉണ്ട്. ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഈ ഡെന്റിസ്റ്റ്. അപ്പോൾ ആ ഡെന്റിസ്റ്റ് അവരെ കാണും. വീട്ടിൽ പോയി പോകണമെന്നില്ല, പുറത്തു വരാൻ പറ്റുന്നവരെ പുറത്തു പോകുന്നത് കാണും. കാരണം എല്ലാവരെയും വീട്ടിൽ പോയി കാണാനുള്ള റിസോഴ്സസ് ഇല്ല നമുക്ക്. അപ്പോൾ നിങ്ങൾ വീൽ ചെയറിലാണെങ്കിൽ വീൽ ചെയർ ആക്സസിബിൾ ആയ ക്ലിനിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്ലിനിക്സിൽ പോയാൽ അവിടെ പറ്റാവുന്നത്രയും മാക്സിമം കെയർ കൊടുക്കും. ഇനിയിപ്പോ ഒരു ഫില്ലിംഗ് അവർക്ക് ചെയ്യണമെങ്കിൽ അവർക്കത് ഉണർന്നിരുന്നത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജനറൽ അനസ്തെറ്റിക് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഈ കമ്മ്യൂണിറ്റി ആൻഡ് സ്പെഷ്യൽ കെയർ ഡെന്റിസ്ട്രിയുടെ ഇതിലുണ്ട്. ആ സർവീസസ് അത് ഫുള്ളി പ്രൊവൈഡഡ് ആണ്. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ഒരു കാര്യം, അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അതിന്റെ ക്രൈറ്റീരിയ ചില
കുട്ടികളെ ഡെന്റിസ്റ്റ് തന്നെ റെഫർ ചെയ്ത് വിടും, അല്ലെങ്കിൽ അഡൽട്സിനെ ഡെന്റിസ്റ്റ് തന്നെ റെഫർ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെന്റിസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഫ്രണ്ട്സിനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട് പറയാം. അടുത്തുള്ള GP-കൾ, സാധാരണ GP-കൾ ഡെന്റിസ്ട്രിയിൽ അധികം ഇൻവോൾവ് ആവാറില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ കമ്മ്യൂണിറ്റി പീഡിയാട്രീഷ്യൻസ് ഞങ്ങൾക്ക് റെഫറൽസ് കൊണ്ടുവരും. സൈക്കാട്രി കൺസൾട്ടൻസ് അല്ലെങ്കിൽ സൈക്കാട്രി നഴ്സസ് റെഫർ ചെയ്യും, സോഷ്യൽ വർക്കേഴ്സ് റെഫർ ചെയ്യും. ഇങ്ങനെ എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും സോഷ്യൽ കെയർ പ്രൊഫഷണൽസും ഇൻവോൾവ് ആവും. അവർ ഈ സ്പെഷ്യൽ കെയർ ഡെന്റിസ്ട്രിയിലേക്ക് റെഫർ ചെയ്യും. അവിടെ ക്രൈറ്റീരിയ ഉണ്ട്, എല്ലാവരെയും എടുക്കില്ല. അത് വളരെയധികം റെഫർ ചെയ്യുന്നവർക്ക് അറിയില്ലെങ്കിലും എടുക്കുന്നവർക്ക് അറിയാം. കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും എടുക്കും, യൂഷ്വലി എടുക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇവർക്ക് വേദന ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പൊ എന്താന്ന് അറിയില്ല, ബിഹേവിയർ ചേഞ്ച് വളരെയധികം കാണുമ്പോ എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ പോയി നോക്കുമ്പോഴായിരിക്കും വലിയൊരു ആബ്സസ് ഉള്ള ഒരു പല്ലുണ്ടാവും. അപ്പൊ ആ വേദന കാരണമാണ് ഇവരുടെ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പോ അത് വളരെയധികം ഈ പേരൻസിന് ചിലപ്പോൾ മനസ്സിലാവും, പക്ഷെ അതൊരു വലിയ കാര്യമായിട്ട് കാണാറുണ്ട് ഞങ്ങളുടെ സർവീസിൽ. ഈ പ്രിവെൻഷനെ പറ്റി പറയുമ്പോൾ കുട്ടികൾക്ക് എത്ര വയസ്സ് വരെ പാരന്റ്സിന്റെ ഒരു ഹെൽപ്പ് വേണം ഈ ബ്രഷ് ചെയ്യാനായിട്ട്? കാരണം നമ്മൾ സാധാരണ ഒരു 2-3 വയസ്സൊക്കെ അവർ തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചെയ്ത് പഠിക്കട്ടെ, അതാണ് അവർ ആ സ്കില്ല് ഉണ്ടാകട്ടെ എന്നാണല്ലോ നമ്മുടെ ചിന്ത. എത്ര വയസ്സ് വരെ ഒരു ഹെൽപ്പ് വേണം ശരിക്കും ബ്രഷ് ചെയ്യാനായിട്ട്? കുട്ടികൾക്ക് പല്ല് തേക്കാനുള്ള സഹായം ഓരോ കുട്ടികളും ഓരോ തരമാണല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഷൂ ലേസ് തന്നെ അവർക്ക് ടൈ ചെയ്യാൻ പറ്റുമോ? കെട്ടി വെൽക്രോ കിട്ടുന്നു, അത് ചെയ്യാനുള്ള മാനുവൽ ഡെക്സ്ട്രിറ്റി ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പല്ല് തേക്കാനുള്ള ഡെക്സ്ട്രിറ്റി ഉണ്ടാവും നമുക്ക് ഏകദേശം ഊഹിക്കാം. സാധാരണ ഒരു 6-7 വയസ്സ് ആവുമ്പോഴാണ് കുട്ടികൾ അങ്ങനെ ആവുക. അപ്പൊ 8 വയസ്സ് വരെ സഹായിക്കേണ്ടി വരും. പക്ഷെ ചില കുട്ടികൾക്ക് അത് കഴിഞ്ഞും സഹായം വേണ്ടി വരും. അപ്പോ പല്ല് വൃത്തിയാവുന്നില്ലെങ്കിൽ സഹായിച്ചു കൊടുക്കുക തന്നെ വേണം. അത് രാവിലെ മിക്കവർക്കും സ്കൂളിൽ പോകാനുള്ള തിരക്കൊക്കെ ആയിട്ട് അത് നടക്കില്ല. വീടുകളിലെല്ലാം വലിയ തിരക്കാണ്. രാത്രിയിലെങ്കിലും, കാരണം രാത്രിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനമായ സമയം രാത്രിയാണ്. കാരണം പകൽ നേരം കഴിച്ച ഭക്ഷണം മുഴുവൻ പല്ലിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ രാത്രി എന്ത് വന്നാലും കുട്ടികളെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞിട്ടേ അവരെ കിടത്താൻ പാടുള്ളൂ. അത് പേരൻസ് നന്നായിട്ട് എല്ലാ വശവും നന്നായി തേച്ചു കൊടുക്കണം. അത് കൂടാതെ ആ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് വേറെ ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല. അതൊരു ചെറിയൊരു പ്രവണത. രാത്രി കിടക്കുന്നതിന് മുമ്പ് മധുരം കഴിക്കരുതെന്ന് പോലും ഇവര് പറയും. ഒരു 1-2 മണിക്കൂർ മുമ്പ് മധുരം ഒഴിവാക്കുക. കാരണം അതൊക്കെ പല്ലിന്റെ ഇടയിൽ കയറിയിരുന്ന ചിലപ്പോൾ ബ്രഷ് ചെയ്താലും അത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുക. മധുരം, എന്നിട്ട് പല്ല് തേച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാം ധാരാളം. ജ്യൂസ്, പാല്, ഈ വക കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. പല്ല് തേക്കുന്നതിന് മുമ്പ് ചെയ്തേക്കുന്നതല്ല, അതൊക്കെ പല്ല് തേക്കുന്നതിന് മുമ്പ്. പിന്നെ പറയേണ്ട ഒരു വലിയൊരു കാര്യമാണ്, പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാവരും ടൂത്ത് പേസ്റ്റ് തുപ്പിക്കളയും വായിലുള്ളതൊക്കെ. അത് കഴിഞ്ഞ് നന്നായി വായൊന്ന് കഴുകും. അത് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ഒരു അതിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സജഷൻ അങ്ങനെയാണ്. പല്ല് തേച്ച് കഴിഞ്ഞ് വായിലുള്ള എല്ലാം തുപ്പിക്കളയാം. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ചെറിയ ലെയർ ഓഫ് ടൂത്ത് പേസ്റ്റ് നമ്മുടെ ഇനാമലിൽ ഇരുന്നാൽ അത് നല്ലതാണ്, പ്രൊട്ടക്റ്റീവ് ആണ്. അത് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നവരുണ്ട് ചിലര്. പക്ഷെ അത് മൗത്ത് വാഷ് പോലും ഉപയോഗിക്കേണ്ട. കാരണം മൗത്ത് വാഷിനേക്കാളും നല്ല ഒരു ഫ്ലോറൈഡ് ലെവലുള്ള ടൂത്ത് പേസ്റ്റ് വെച്ചായിരിക്കും നമ്മൾ തേച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്നുമില്ലാത്തൊരു മൗത്ത് വാഷ് വെച്ച് അത് കഴുകി കളഞ്ഞിട്ട് വീണ്ടും അത് വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ മൗത്ത് വാഷിന്റെ ഉപയോഗം സാധാരണ ഇപ്പോൾ പറയുന്നത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കാം, അല്ലാതെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൗത്ത് വാഷ് ഉപയോഗിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. വെള്ളം വെച്ച് വായ കഴുകുന്നുണ്ടെങ്കിൽ അതും മതി. പക്ഷെ പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് മൗത്ത് വാഷ് വെച്ച് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. മൗത്ത് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ സമയത്ത് ഉച്ചയ്ക്കാവല്ല എപ്പോഴെങ്കിലും. കാരണം ഇപ്പൊ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബ്രഷ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ
മൗത്ത് വാഷ് ഉപയോഗിക്കാൻ വലിയ സമയമില്ല. പിന്നെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മൗത്ത് വാഷ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓഫീസിൽ പോകണമെങ്കിൽ മൗത്ത് വാഷ് വേണമെങ്കിൽ ഡ്യൂട്ടിയിലിരിക്കുമ്പോഴോ മൗത്ത് വാഷ് യൂസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പൊ ഈ GP അടുത്ത് പോയാല് ചാർജ് ഇല്ല, ഫ്രീ ആണ് ട്രീറ്റ്മെന്റ്. അതേസമയം നമ്മളിപ്പോ NHS ഡെന്റിസ്റ്റിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്താലും നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ അവരൊരു ചെറിയ ചാർജ് മേടിക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പൊ അതെന്തുകൊണ്ട്? അതുപോലെ തന്നെ പിന്നെ ആർക്കൊക്കെയാണ് ഫ്രീ ട്രീറ്റ്മെന്റ് ഉള്ളത്, അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ഡെന്റൽ ട്രീറ്റ്മെന്റ് NHSൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി 18 ആൻഡ് ഇൻ ഫുൾ ടൈം എഡ്യൂക്കേഷൻ 18 ആൻഡ് ഓവർ കുറച്ച് നാളത്തെ ഒരു വർഷത്തേക്കും കൂടെ കിട്ടും എന്നാണ് പറയുന്നത്. ഒരു വർഷം കൂടി 18 ആൻഡ് ഇൻ ഫുൾ ടൈം. അപ്പോൾ അപ് ടു 18 എന്തായാലും കിട്ടും. പിന്നെ ഫുൾ ടൈം എഡ്യൂക്കേഷന് 1 ഇയർ കൂടെ കിട്ടും. അല്ലാണ്ട് യൂണിവേഴ്സിറ്റി കഴിയണവരെ ഇല്ല, അതിനില്ല. അതുകൂടാതെ പ്രഗ്നൻസിയില് ഫ്രീ ട്രീറ്റ്മെന്റ് മെറ്റേണിറ്റി കാർഡ് ഉള്ളവർക്ക് കിട്ടും. അത് പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് NHS ട്രീറ്റ്മെന്റ്. അത് ആ ഡെന്റിസ്റ്റിന് ചെയ്യാൻ പറ്റാവുന്ന ട്രീറ്റ്മെന്റ്. എന്നോട് ആരും ഓർത്തോഡോണ്ടിക്സ് ഫ്രീ ആയി കിട്ടുമെന്ന് ചോദിച്ചു. അത് ആ സമയത്ത് കിട്ടില്ല. ആ സമയത്ത് ചോദിക്കാൻ പറ്റില്ല. അതൊന്നും കിട്ടിയെന്ന് വരില്ല. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ഫാമിലി മെമ്പേഴ്സോ കുട്ടികളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രായമാകുമ്പോൾ അല്പം ജോലി ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചില ബെനിഫിറ്റ്സ് ഉള്ളവർക്കും പേയ്മെന്റ് എക്സെപ്ഷൻ ഉണ്ട്. ഫുള്ളി ഫ്രീ ആണ്. യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഉള്ളവർക്ക് ഇൻകം സപ്പോർട്ട്, പിന്നെ ഇൻകം റിലേറ്റഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സപ്പോർട്ട് അലവൻസ്, അങ്ങനെ പല കാറ്റഗറീസിൽ ഫ്രീ ആയിട്ട് NHS ഡെന്റൽ ട്രീറ്റ്മെന്റ് കിട്ടും. പിന്നെ ഇനി അത് നമുക്ക് അറിയില്ല നമ്മുടെ കുട്ടിക്ക് എന്ത് കൊടുക്കണം, എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പറിന് എന്ത് എക്സെംഷൻ ആണ് കിട്ടാൻ വഴിയുള്ളതെന്ന് അറിയില്ലെങ്കിൽ എല്ലാ ഡെന്റൽ പ്രാക്ടീസിലും ഒരു HC1 ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ആപ്ലിക്കേഷൻ അയച്ചാൽ അവർക്ക് എത്ര കിട്ടും എന്നുള്ളത് ഒരു കുറച്ച് ഒന്നെങ്കിൽ പാർട്ട്ലി അവർ പേ ചെയ്ത് തരും, അല്ലെങ്കിൽ ഫുൾ റെമിഷൻ, ഫുള്ളും ഫ്രീ ആയിട്ട് കിട്ടും. ഇനി ഇതിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ, ഇനി ഇതില് ബെനിഫിറ്റ്സിൽ എന്ത് കിട്ടണം എന്ന് അറിയണമെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. അവര് സഹായിക്കാൻ വളരെ സഹായിക്കും. സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ജീവൻ ട്രസ്റ്റിന്റെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചാർജസ് NHSന്റെ ഇപ്പോൾ വളരെ സിമ്പിൾ ഒരു സിസ്റ്റം ആണ്. ബാൻഡ് 1 എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എക്സാമിനേഷൻ, എല്ലാ 6 മാസത്തെയോ ഒരു വർഷത്തെയോ ചെക്കപ്പ്, എക്സ്റേസ്, അതും പിന്നെ ചില പ്രാക്ടീസുകളിൽ ഒരു ക്ലീനിങ്ങും ചെയ്തു. ബാൻഡ് 1 അപ്പോൾ അതിനൊരു ചെറിയ ചാർജ് ഉണ്ട്, ഇനിഷ്യൽ ചാർജ്. പിന്നെ ബാൻഡ് 2 അടുത്ത ചാർജ്. അത് യൂഷ്വലി ഫില്ലിങ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും പല്ല് അല്ലെങ്കിൽ പല്ല് എടുക്കണമെങ്കിൽ അതൊക്കെ ബാൻഡ് 2 ബാൻഡ് 1 എന്തോ 27-28 ആണ് ഇപ്പോഴത്തെ റേറ്റ്. അത് പക്ഷെ എല്ലാ ഏപ്രിലും ഇത് അല്പം കൂടിക്കൊണ്ടുവരും. അത് ട്രാക്കിംഗ് അപ്പോഴത്തെ ഇൻഫ്ലേഷൻ ട്രാക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ബാൻഡ് 3 അടുത്ത ലെവലിൽ പോകുന്നത് നമുക്കൊരു ഡെഞ്ചർ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രൗൺ വേണമെങ്കിൽ, റൂട്ട് കനാൽ കഴിഞ്ഞ ഒരു ക്രൗൺ വെക്കണമെങ്കിൽ അത് യൂഷ്വലി അത് ബാൻഡ് 3ലേക്ക് പോകും. അത് ഇപ്പോഴത്തെ റേറ്റ് ഒരു 325. അത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഹോൾ ഇംഗ്ലണ്ടില് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അപ്പൊ എല്ലാവരും അതേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഡെന്റിസ്റ്റ് ചിലപ്പോൾ നമ്മളോട് പറയും ഹൈജീനിസ്റ്റിനെ ഒന്ന് പോയി കാണണം, ചിലപ്പോൾ അധികം സ്കെയിലിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് അടുത്തേക്ക് പോകും. ഇപ്പൊ വെറും ഒരു സിമ്പിൾ ഒരു പരിപാടികൾ ബാൻഡ് 1 യൂഷ്വലി നടക്കും. അല്ലെങ്കിൽ ഏർജന്റ് ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിലും, അതൊരു സിമ്പിൾ പ്രശ്നമാണെങ്കിൽ അത് ഏർജന്റ് കെയറിന് ഒരു ചെറിയ ബാൻഡ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ചാർജസ്. താങ്ക് യു. ഓക്കെ.